ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ചക്ക ഉള്ള ഒരു സമയമാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റും. ഇത് ചോറിൻ്റെ കൂടെ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ പച്ച ചക്ക എടുത്തിട്ട് അതിൻ്റെ തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചക്ക ഉള്ള ഒരു സമയമാണ്, അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ കുറച്ച് എല്ലാം ഒരേപോലെ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ഞാനിതിൻ്റെ അളവ് പറയുന്നില്ല കേട്ടോ, ചക്കയുടെ അളവ് പറയാത്ത കാരണമാണ്. ചക്ക ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് മസാലയിൽ ചേർക്കുന്നത്. മുളക് പൊടി നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ കളറ് നന്നായിട്ട് കിട്ടും, എരിവ് കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഒരു അര ടീസ്പൂണ് മുഴുവനില്ല, ഒരു 1/4 ടീസ്പൂണിലേറെ കുറച്ച് ഞാൻ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നമ്മൾ ആ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല മൊരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ആ ഒരു കുറഞ്ഞൊരു നനവുണ്ടാവും. ചക്കയുടെ ഇതിൽ തന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ മസാലയൊക്കെ ചക്കയിൽ നന്നായിട്ട് പിടിക്കും. ഇനി ഇത് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്ന സമയത്തും കറിവേപ്പില ചതച്ചിട്ട് അങ്ങനെ വേണേലും ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഇത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചക്ക ആയത് കാരണം തന്നെ ഒരു നാടൻ ഇതാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊരു ഭാഗമാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കുക. ഇത് നല്ല ക്രിസ്പായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഭാഗമായി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ടല്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്ന് ഇത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട്, അതുപോലെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊക്കെ റെസിപ്പികളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.